ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് നല്ല പുളിയുള്ളൊരു മാങ്ങ കൊണ്ട് ഒരു മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ? അതായത് മാങ്ങ താളിച്ചത്. അപ്പോൾ ദേ മാങ്ങയൊക്കെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടല്ലോ. അതായത് സവാളയുണ്ട്, അതേപോലെ പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, കടുകുണ്ട്, ഉലുവയുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇടിച്ച മുളക് പൊടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് ആദ്യം തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. എല്ലാവരും ചെയ്യുന്ന സാധാരണ കാര്യമല്ലേ? അപ്പം ഞാനും ചെയ്തു കേട്ടോ. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേ അത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുളകെല്ലാം കണ്ട് പേടിക്കണ്ട കേട്ടോ, നല്ല എരിവായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല എരിവുള്ള മുളകാണ്. കാശ്മീരി മുളകൊന്നും യൂസ് ചെയ്യാറില്ല. നല്ല മുളക് പൊടി തന്നെയാണ്, നല്ല എരിവുള്ള മുളക് പൊടി. അതേപോലെ തന്നെ ഇടിച്ച മുളകാണെങ്കിലും വറ്റൽ മുളകാണെങ്കിലും പച്ചമുളകാണെങ്കിലും എല്ലാത്തിനും നല്ല എരിവാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര എരിവ് യൂസ് ചെയ്താൽ മതി. അതൊക്കെ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അല്ലേ? അപ്പോൾ അതേ സവാളയ്ക്ക് വഴറ്റി കഴിഞ്ഞു. ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഒന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് ചെറിയ തീയിൽ തന്നെ ആദ്യം ഇതൊന്ന് വഴറ്റി മാറ്റാം. സവാള ഇത്തിരി കൂടുതലാണ് എടുത്തിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ആ ഒരു മഞ്ഞ കളർ കണ്ട് അത് പഴുത്ത മാങ്ങയാണെന്നൊന്നും വിചാരിക്കേണ്ട, ഒടുക്കത്തെ പുളിയാണ്. കാരണം ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന മാങ്ങയെല്ലാം നല്ല പുളിയാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും അതേപോലെ തന്നെയാണ്. പുളി ഇത്തിരി കൂടിപ്പോയോ എന്നാണ് എനിക്കൊരു സംശയം. അപ്പോൾ ഇടിച്ച മുളകും ചേർത്തിട്ടുണ്ട്, പിന്നെ അതിന് ശേഷം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുത്ത് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ കണ്ടോ, ഇപ്പോൾ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് മിക്കവാറും അടിയിൽ പിടിച്ച് കുളമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, മാങ്ങ മാത്രമല്ല മാങ്ങാണ്ടിയും കൂടിയാണ് ചേർക്കുന്നത്. കാരണം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഈ മാങ്ങാണ്ടി ചപ്പുന്നൊരു പരിപാടിയുണ്ട്. ആഹാ, എന്താ ടേസ്റ്റ് എന്നറിയോ? അത് പ്രത്യേകിച്ച് ഈ മെയിനിലേക്ക് ഇട്ട മാങ്ങാണ്ടിയാണെങ്കിൽ ഒന്നും പറയാൻ വേണ്ട അല്ലേ? അപ്പോൾ അതെ, നമ്മളുടെ മാങ്ങ താളിച്ചത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. ഇപ്പോൾ ഒന്ന് വാടി കിട്ടിയിട്ടുള്ളു. അപ്പോൾ ഇതാണ് നമ്മളുടെ മാങ്ങ താളിച്ചതിൻ്റെ റെസിപ്പി. അപ്പോൾ ഇതേ ഒന്ന് തിളച്ച് ഒന്ന് റെഡിയായി സംഗതിക്കെല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചാറും കൂടി കുറയി കഴിയുമ്പോഴത്തേക്കും, ഇനി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടി കൂട്ടിയിട്ട് ചാറാക്കി എടുക്കാം. ഇത് ഇത്തിരി ഡ്രൈ ആയിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം പെട്ടെന്നൊന്നും തീർന്നു പോയെന്നില്ല, കുറച്ച് ദിവസം വീട്ടിൽ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി ഡ്രൈ ആയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ സവാള ഇട്ടതുകൊണ്ട് കേടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അഥവാ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കൂടുതൽ വന്നാൽ ഒന്നും നോക്കണ്ട, എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്ക്, നമുക്ക് നാളെ ഉപയോഗിക്കാമെന്നേ. അപ്പോൾ നമ്മളുടെ മാങ്ങ താളിച്ചത് ഇപ്പോൾ എല്ലാ രീതിയിലും ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സമയമുള്ളപ്പോൾ മാങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. സ്നേഹത്തോടെ, അല്ലു.